Hi friends, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് തനി നാടൻ സ്റ്റൈലിൽ വളരെ ഈസി ആയി കൊഞ്ച് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു സവാള നീളത്തിനരിഞ്ഞത്, 5 പച്ചമുളക്, ചെറിയ കഷ്ണം 2 ഇഞ്ചി, 20 വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇനി ചതച്ചെടുക്കും. 20 കൊച്ചുള്ളി ചതച്ചത്, 250 ഗ്രാം കൊഞ്ച്, കറിവേപ്പില. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ടുവിടാം. ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കൊച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കൊഞ്ചൊന്ന് കുക്കാവാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചിട്ട് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കൊഞ്ചൊന്ന് തുറന്നു നോക്കാം. കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് ഈ മസാലപ്പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഒഴിച്ച 1/2 ഗ്ലാസ് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി മസാലയുടെ ആ പച്ച മണമൊക്കെ മാറി നമ്മളെ കൊഞ്ച് റോസ്റ്റ് റെഡിയാണ്. വളരെ ഈസി ആയ ഒരു റെസിപ്പിയാണ്. നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്താൽ മാത്രം പോരാ. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.